ഇപ്പുറത്തെ ഒന്ന് നിക് വ്ലോഗ് ഒന്നോ രണ്ടോ ആളുകൾക്ക് വീടുകൾ വെച്ച് കൊടുക്കുമ്പോൾ അപ്പുറത്ത് കൂടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ജീവിതം വഴിയാധാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഇപ്പോഴും ജീവിതം വഴി മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നിക് വ്ലോഗ്സ് ആണ്. ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാകും ആരാണ് നിക് വ്ലോഗ്സ് എന്നല്ലേ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി നിക് വ്ലോഗ്സ് ആണ്. പുള്ളിക്കാരന് 1.70 എത്രയോ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ യൂട്യൂബിലുണ്ട്. അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ആളുകളെ സഹായിക്കുക, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിക് വ്ലോഗ്സ്. അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും പരിചയം ഉണ്ടാകും. അപ്പൊ ഏതായാലും പുള്ളിക്കാരനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഇങ്ങനെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ നിക് വ്ലോഗ്സ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടല്ല ഈ സഹായങ്ങൾ ചെയ്യുന്നത്. അതിന് മറ്റു പുറത്തായിട്ട് വളരെ മോശം രീതിയിൽ കുറച്ച് പണം ഏൺ ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ചില ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ 1000 ആളുകളുടെ കണ്ണീര് തട്ടിയിട്ട് ഒരു 1-2 ആളുകളെ സഹായിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് അതിലേക്കൊക്കെ വരാം. അപ്പോൾ ആദ്യമായിട്ട് നിക് വ്ലോഗ്സ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ മുതലാണ് ഇപ്പോൾ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതായാലും ആദ്യമായിട്ട് നിക് വ്ലോഗ്സ് എന്ന് പറയുന്ന ആ സഹായങ്ങൾ ചെയ്യാൻ മനസ്സുള്ള ആ ഒരു യൂട്യൂബർ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം പറയുന്ന വീഡിയോ എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാവരോടും ഒരു വലിയൊരു നന്ദി പറയാനുണ്ട്. കാര്യം നിങ്ങൾ കാരണം നമ്മുടെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒരുപാട് വലുതാണ്. പറയാൻ കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പ്രോജക്റ്റുകളും ഇങ്ങനത്തെ വലിയ പ്രോജക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനം നിങ്ങൾ തരുന്ന ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ല, ഇങ്ങനത്തെ വലിയ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ അധികം പണത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സത്യം ഞാൻ പറയട്ടെ, യൂട്യൂബിൽ നമുക്ക് അത്രയും വലിയൊരു വരുമാനം കിട്ടത്തില്ല, പ്രത്യേകിച്ച് മലയാളം ഓഡിയൻസിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സൈഡ് സ്രോതസ് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു സ്രോതസിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാൻ പോകുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു ബ്രോക്കർ എന്നൊരു ആപ്പിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് ബ്രോക്കർ. നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇമെയിലും പാസ്വേഡും കൊടുക്കണം. പിന്നെ നമ്മുടെ പ്രോമോ കോഡ് NIK100 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 100% ബോണസ് ആണ് ഓൺ യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. ഈ കാണുന്നത് ഇതാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നല്ല കിടില ഇന്റർഫേസ് ആണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 130-ലധികം അസറ്റ്സും കറൻസീസും കാണാൻ പറ്റും. അതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കൊരു ട്രേഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന പോലെ ഞാനൊരു അസറ്റ് സെലക്ട് ചെയ്തു. പിന്നെ ഇവിടുന്ന് ഒരു എമൗണ്ട് കൂടി ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നത് അപ്പോഴാ പോകുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. യെസ്, നിങ്ങൾ നോക്കി വളരെ എളുപ്പത്തിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കുറച്ച് ക്യാഷ് ഏൺ ചെയ്തു. പിന്നെ നമുക്ക് ഈ കിട്ടിയ ക്യാഷ് വളരെ എളുപ്പത്തിൽ വിഡ്രോയും ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവരുടെ 24/7 സപ്പോർട്ടും ലഭ്യമാണ്. അപ്പോൾ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കമന്റിലും പിൻ ചെയ്തു. നേരെ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ കൂപ്പൺ കോഡ് NIK100 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 100% ബോണസ് ആണ് ഓൺ യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. അപ്പം ഓൾ ദി ബെസ്റ്റ്. നിബന്ധനകളും വ്യവസ്ഥകളും ബാധകം. ഈ പ്ലാറ്റ്ഫോം ശീലമാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനും വളരെയധികം ചാൻസ് കൂടുതലാണ്. ക്യാഷ് വെച്ചിട്ടുള്ള പരിപാടി ഞാൻ നിങ്ങൾ വീണ്ടും ഓർപ്പിക്കുകയാണ്. വേണ്ടത്ര ഗവേഷണം നടത്താൻ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ചെയ്യുക. അപ്പൊ ഇതാണ് നിക് വ്ലോഗ്സിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ. ഈ വീഡിയോ വെച്ചിട്ടാണ് കുറേയധികം ആളുകൾ റിയാക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ ആണല്ലേ. അതായത് നമ്മൾ 10 കൊടുത്താൽ ട്രേഡിംഗ്, അത് തന്നെ. അതായത് നമ്മൾ 10 കൊടുത്താൽ 20 കൊടുത്താൽ 40, അത്തരത്തിലുള്ള ഏൺ ചെയ്യാൻ കഴിയും. അത് ഗെയിമിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ കഴിയുമെന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നിക് വ്ലോഗ്സ് പറയുന്നത്. അവർ ആ ഒരു പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങനെ ഈ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന, അതായത് ഇങ്ങനെ ട്രേഡിംഗ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗെയിമുകൾ, ഇങ്ങനെയുള്ള പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ ട്രേഡിംഗ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. ഏതായാലും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു തരാം. ഈ ട്രേഡിംഗ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഗെയിംസുകൾ, അതായത് നമ്മൾ 10 കൊടുത്താൽ 20 കൊടുത്താൽ 40, അത്തരത്തിലുള്ള ട്രേഡിംഗ് അതുപോലെ തന്നെ ഗെയിമുകളോടൊന്നും എനിക്ക് പേഴ്സണലി താല്പര്യമുള്ള, ഞാൻ അതിനോട് യോജിക്കുന്നുമില്ല. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെ നമ്മൾ ഗെയിമുകളും അതുപോലെ തന്നെ ട്രേഡുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും പറ്റുന്ന ഒരു പരിപാടി തന്നെയാണത്. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ കൂടുതലായിട്ടും കേട്ടുവരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഇത് എന്തായാലും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ട് വരാറുള്ളത്. കുറേയധികം കമ്പനികൾ പൊളിഞ്ഞതും അവർ പൂട്ടിപ്പോയതും മുങ്ങിപ്പോയതും അത്തരത്തിലുള്ള കുറേയധികം വാർത്തകൾ ഈ അടുത്തായിട്ട് തന്നെ കുറെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മെ പോലുള്ള ആളുകൾക്ക് അത് എന്താ പറയാ, സാമ്പത്തിക നഷ്ടം തന്നെയാണ്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവിടെ നിക് വ്ലോഗ്സ് ചെയ്തത് ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ്. നമുക്ക് അതിൽ നിന്നും പൈസ ഏൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നിക് വ്ലോഗ്സ് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാവരും പറയപ്പെടുന്ന കാര്യം ഇങ്ങനെയാണ്. നിക് വ്ലോഗ്സിന്റെ വരുമാനം എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഇങ്ങനെ, അതായത് ആർക്കും ഗുണം ചെയ്യാത്ത, എല്ലാവരും വെറുക്കുന്ന രീതിയിലുള്ള പ്രൊമോഷൻസും കാര്യങ്ങളും ചെയ്തിട്ടാണ്
പുള്ളിക്കാരൻ പണം ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്നതും. അപ്പോൾ ഏതായാലും ഇതുമായി സംബന്ധിച്ച് നമ്മുടെ കൈസ് ഇറ്റ്സ് മീ കൈസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി. ജസ്റ്റ് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഇൻട്രോ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. ഇവിടെ ഇപ്പുറത്ത് വന്ന് നിക് വ്ലോഗ് 1-2 ആളുകൾക്ക് വീടുകൾ വെച്ച് കൊടുക്കുമ്പോൾ അപ്പുറത്ത് കൂടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ജീവിതം വഴിയാധാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഇപ്പോഴും ജീവിതം വഴി മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഒരാൾ പറയുന്ന അനുഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരൻ ആകെയുള്ള പ്രോപ്പർട്ടി അങ്ങ് വിറ്റു. 20 ലക്ഷത്തോളം രൂപ വരുന്ന പ്രോപ്പർട്ടി വിറ്റു. ആകെ കൂടെ ഉണ്ടായിരുന്ന കാറ് പോയി. മൊത്തത്തിൽ ഇത് കാരണം വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം വഴിയാധാരാക്കി ചാരിറ്റി ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പൊ ഇതാണ് പുള്ളിക്കാരൻ ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഭാഗത്ത് 2-3 ആളുകൾക്ക് വീടും കാര്യങ്ങളൊക്കെ വെച്ച് നൽകുന്നു, എന്നാൽ അപ്പുറത്ത് കൂടെ ഇത്തരത്തിലുള്ള പ്രൊമോഷനും കാര്യങ്ങളും ചെയ്ത് ആയിരക്കണക്കിന് ആളുകളുടെ പണം നഷ്ടപ്പെടുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ കൈസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഞാൻ പേഴ്സണലി ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് പുള്ളിക്കാരൻ ആ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തു. അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഇതൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാൻ തരത്തിലുള്ള ഒരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രേഡ്, അതായത് ഇത്തരത്തിലുള്ള ഗെയിമുകളും കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തോട് കൂടി മാത്രം കളിക്കുക എന്ന് പറയുന്നുണ്ടല്ലേ. അതായത് ഇങ്ങനെ ഇപ്പൊ ഈ എന്താ പറയാ, ഇങ്ങനെ ട്രേഡിങ് അതുപോലെ തന്നെ ഗെയിമിങ് അതുമായി സംബന്ധിച്ചുള്ള നമ്മൾ 10 കൊടുത്താൽ 20 കൊടുത്താൽ 40 കിട്ടുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ചെയ്ത് കിട്ടുന്ന പണത്തിൽ ഒരു പങ്ക് കൊണ്ട് അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ നൽകുന്നുണ്ട്, പാവങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നുണ്ട്. നല്ല കാര്യമല്ലേ? നമ്മൾ ബാങ്കിൽ നിന്ന് പലിശ തിന്നുന്ന എത്ര ആളുകളുണ്ട്? അതൊന്നും ഇവിടെ ആരും എടുത്ത് പറയുന്നില്ല. ബാങ്കിൽ നിന്ന് പലിശ എടുത്ത് തിന്നുന്ന ആളുകളുണ്ട്. ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തു, അദ്ദേഹത്തിന് പണം കിട്ടി, അതിലൊരു പങ്ക് വെച്ചിട്ട് ഇവിടെ ധനസഹായം, അതാ ധനസഹായമല്ല വീടുകൾ വെച്ച് നൽകുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഞാൻ ഏതായാലും ആദ്യം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഒന്ന് ഇവിടെ പ്ലേ ചെയ്ത് വെച്ച് തരാം. അദ്ദേഹത്തിന്റെ പദ്ധതി എന്താണ്, പരിപാടികൾ എന്താണ്, അതൊന്ന് കണ്ടു നോക്കാം. എല്ലാരും കൊതിച്ച സാധനങ്ങൾ മിച്ചമുള്ളത് ഭാഗ്യം ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ ഇന്ന് തീരുമാനിക്കും. കറങ്ങിക്കോ. മനസ്സിൽ പോലും വിചാരിക്കാത്ത സാധനമാണ് എനിക്ക് കിട്ടി കിടക്കുന്നത്. ഈ കൂട്ടത്തിൽ ഏറ്റവും വില കൂടിയാണ് വാഷിംഗ് മെഷീൻ. പൊന്ന് വേലാചാരം കിട്ടിയ പൂൾ ഫുൾ ഓഫ് മണിയാണ്. 5 സെക്കൻഡ് വരും. ഞാൻ വേണമെങ്കിൽ കുറച്ച് കൂട്ടി തരാം. ഈ കാശ് ഒറ്റ കൈ കൊണ്ട് എടുത്ത് ആ കൊട്ട നടക്കാം. എത്ര നടക്കാൻ പറ്റും അതിനകത്ത്? 5 മിനിറ്റ്, 5 സെക്കൻഡേ ഉള്ളൂ. റെഡി ഗോ. 1 2 3 4 5 6 7 8 9 10 തീർന്നു. ഈ പൈസ വേലാചേട്ടൻ കളക്ട് ചെയ്തിട്ട് വേലാചേട്ടാ നമുക്ക് തന്നെ നോക്കാം എത്ര ഉണ്ടെന്ന്. 5300 രൂപ. അപ്പൊ ഇതൊക്കെയാണല്ലേ വീട് വെച്ച് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇങ്ങനെ എന്താ പറയാ, ഒരു ലക്കി ഡ്രോ പോലെയുള്ള ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിലേതാണ് വരുന്നത് അത് ആളുകൾക്ക് കൊടുക്കുന്നു. അങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണ് നിക് വ്ലോഗ്സ് എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിലെ വ്യക്തി അല്ലേ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു രീതിയിൽ പണം ഉണ്ടാക്കുന്നു, പിന്നീട് അത് ഇത്തരത്തിലുള്ള ചാരിറ്റിക്ക് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എന്ത് കാര്യം എന്നാണ് പല ആളുകളും ഇവിടെ ചോദിക്കപ്പെടുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇദ്ദേഹം ഈ പ്രൊമോഷൻ വീഡിയോ പറയുന്ന സമയത്ത് അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഇത് സാമ്പത്തിക നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ്, അതായത് ഗെയിമാണ് അല്ലെങ്കിൽ ട്രേഡാണ് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സാമാന്യ ബോധമുള്ള ഒരാൾക്ക് അത് മനസ്സിലാക്കും. ഈ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിക്കും, ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഏൺ ചെയ്യാൻ കഴിയും, അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാകുമെന്ന് ആ സാമാന്യ ബോധമുള്ള ആ വ്യക്തിക്ക് മനസ്സിലാകും. പിന്നീട് ആ കുഴിയിൽ പോയി ചാടേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എന്തുകൊണ്ട് പിന്നെയും അവർ അതിൽ പോയി ചാടുന്നു? എത്രയോ കേസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ. പിന്നെയും അതുപോലെയുള്ള ആ കുഴിയിൽ തന്നെ പോയി ചാടണം എന്നുണ്ടെങ്കിൽ പണത്തിനോടുള്ള ആർത്തി കൊണ്ട് മാത്രമാണ്. പിന്നെ ഇനി ഇതുമായിട്ട് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു തരാം. അതായത് ഈ ലഹരി ഉപയോഗിക്കുന്ന പാക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ, ആ പാക്കറ്റിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമെന്നല്ലേ. അങ്ങനെ എഴുതി വെച്ചത് കൊണ്ട് ആരെങ്കിലും അത് വാങ്ങാതിരിക്കുന്നുണ്ടോ? അത് ഉപയോഗിക്കുന്ന ആരെങ്കിലും അത് വാങ്ങാതിരിക്കുന്നുണ്ടോ? അതുകൊണ്ട് വരുന്ന കാര്യം എന്തൊക്കെയാണോ, അതുകൊണ്ട് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അത് അവർ അനുഭവിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരത് മേടിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതിലെന്താണ് എഴുതിയിട്ടുള്ളത്? ചിത്രസഹിതം അവർ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞിട്ടും പിന്നെ അത് ആവശ്യമാണ്, അത് തനിക്ക് വേണം, അതില്ലാതെ നിലനിൽപ്പില്ല എന്ന് കരുതി കുറെ അധികം ആളുകൾ അത് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അവർക്കറിയാം എന്താണ് ഇനി ഇതുകൊണ്ട് വരാൻ സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് തനിക്ക് സംഭവിക്കും എന്നുള്ള കാര്യം അവർക്ക് ആ ഒരു പാക്കറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാകും. എന്നിട്ടും ആളുകൾ അത് മേടിച്ച് ഉപയോഗിക്കുന്നില്ലേ? അതുപോലെ മാത്രമാണ് ഇവിടെ
ഇവിടെ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തു, അതിൽ അവസാന ഭാഗത്ത് പറഞ്ഞു ഇതുകൊണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവാമെന്ന് പറഞ്ഞു. എന്നാലും പണത്തിന് ആർത്തിയുള്ള കുറേയധികം ആളുകൾ അതിൽ പോയി ചേരുന്നു, അവരുടെ പണം നഷ്ടപ്പെടുന്നു. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് വേണമെങ്കിൽ ചേരാം, അല്ലെങ്കിൽ ചേരാതിരിക്കാം. കുറേയധികം ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട്. ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല. അദ്ദേഹത്തിന് കിട്ടുന്ന ആ തുകയുടെ ഒരു പങ്ക് ഇത്തരത്തിലുള്ള ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം സപ്പോർട്ട് ചെയ്ത് പറയുന്നത് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു ബാങ്കിൽ നിന്നും കിട്ടുന്ന പലിശ എടുത്ത് ജീവിക്കുന്ന കുറേയധികം ആളുകളുണ്ടല്ലേ, പലിശക്ക് പണം മേടിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ അതൊന്നും ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. അത് ചില മതങ്ങളുടെ ആചാരപ്രകാരം അതൊന്നും ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. അപ്പൊ ഇവിടെ ഇതുകൊണ്ട് എന്താണ് പ്രശ്നം? അപ്പൊ ഏതായാലും ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ആരെയും വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്നും, എനിക്ക് നിക് വ്ലോഗ്സിനെ അറിയ പോലുമില്ല. ഞാൻ അദ്ദേഹത്തിന് വീഡിയോസും കാര്യങ്ങളും കാണാറുണ്ട് എന്നല്ലാതെ പേഴ്സണലായിട്ട് അറിയ പോലുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഈ ഒരു കാര്യം പറയാൻ കാരണം സാമാന്യ ബോധമുള്ള അഥവാ ഗെയിം അതുപോലെ തന്നെ ഇങ്ങനെ ട്രേഡിംഗ് ഒക്കെ കളിക്കാൻ ബുദ്ധിയുള്ള ആളുകൾ മാത്രമാണ് അതൊക്കെ ചെയ്യുന്നത്. അവർക്ക് ഈ പറയുന്ന കാര്യം കേട്ടാൽ തന്നെ മനസ്സിലാകില്ലേ സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യത കൂടുതലാണ്. എന്നിട്ടും അവർക്ക് പണം വേണം എന്നുള്ള ഒരു കാര്യം കൊണ്ട് അവർ സ്വയം റിസ്ക് എടുത്തിട്ടാണ് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലഹരി പാക്കറ്റുകളുടെ പുറമെ എല്ലാം തന്നെ കൃത്യമായിട്ട് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഉപയോഗിക്കുന്ന ആരെങ്കിലും പിന്മാറിയിട്ടുണ്ടോ? ചില ആളുകൾക്ക് പിന്മാറിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾ പിന്മാറും, എന്നാൽ ബുദ്ധിയില്ലാത്തവർ അത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അതാണ് സത്യം. അത്രയുള്ള കാര്യം. അപ്പൊ ഏതായാലും ഇനി ഞാനിത് നീട്ടി വലിച്ച് പറയുന്നില്ല. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ആരെയും ആദ്യമേ പറഞ്ഞു തരാം, ആരെയും വെളുപ്പിക്കാൻ വന്നതല്ല. എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ അറിയ പോലുമില്ല. ഈ ഒരു കാര്യം കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. ഏതായാലും അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. അതിപ്പോൾ ഈ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന് പണം കിട്ടിക്കൊണ്ട് അതിലൊരു പങ്ക് ഇങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതല്ലേ? എത്രയോ അധികം സമ്പന്നരുണ്ട്, ഇങ്ങനെ പാവങ്ങളെ പോലും സഹായിക്കാൻ മനസ്സിലാത്ത എത്രയോ അധികം സമ്പന്നരുണ്ട്. പണം ഇങ്ങനെ കുന്നുമ കൂട്ടി വെച്ചിരിക്കുന്ന ആളുകളല്ലേ, വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ മാറ്റി വേണ്ടി വരാം. ഓക്കെ, ബൈ.